ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ മാമ്പഴവും ചക്കയും ഒക്കെ കിട്ടുന്നൊരു സമയമാണല്ലോ. അപ്പോൾ മാമ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ ഇല്ലങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇല്ലങ്ങളിലെ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി അത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ സമയത്ത് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക, ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് നോക്കാം. അരപ്പും വളരെ സിമ്പിളാണ്. ഒരു അരക്കപ്പ് തേങ്ങ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ അതിനകത്ത് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴം ദാണ്ട ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. നെയ്യ് ആ മാമ്പഴത്തിലൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു മണമൊക്കെ ഒന്ന് വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അരപ്പ് ഞാൻ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം 1 കപ്പ് തൈര്, ഒരുപാട് പുളിയുള്ള തൈരല്ല, എന്നാൽ അത്യാവശ്യത്തിന് പുളിയുള്ള തൈരാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ മാമ്പഴത്തിലേക്ക് കുറച്ച് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ശർക്കര പാനിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ശർക്കര പാനി ഒന്ന് വറ്റി വരണം, ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തൈരും കൂടി ചേർത്ത് അരച്ചു വെച്ച അരപ്പാണ്. അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പുളിശ്ശേരി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിൽ തൈര് അടിച്ചെടുത്തത് കൊണ്ട് പിരിഞ്ഞു പോയൊന്നുമില്ല കേട്ടോ. ഇനി വേണ്ടത് ഇതിനൊരു താളിപ്പാണ്. അതിനായിട്ട് കുറച്ച് നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4-5 ചുവന്ന മുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മുളകൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ താളിപ്പ് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടാൽ തന്നെ അറിയാമല്ലോ, അടിപൊളി പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.